അങ്ങനെ ഇന്ന് മുഹമ്മദ് നസിയെയും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ട് കളിച്ച 5 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് അൺബീറ്റൻ ആണ്. ഇന്നത്തെ മത്സരത്തിൽ തീർത്തും മികച്ച പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് കെവിൻ യോക്ക് എന്ന താരത്തിനെ തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിൽ 2 അസിസ്റ്റുകളാണ് കെവിൻ യോക്കിന്റെ പേരിലുള്ളത്. വിങ്ങിലൂടെ മികച്ച റണ്ണുകളും നല്ല ക്വാളിറ്റി പാസുകളും നൽകാൻ കെവിൻ യോക്കിന് ഇന്നത്തെ മത്സരത്തിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രാഞ്ചു, വിക്ടർ, ശ്രീകുട്ടൻ എന്നീ താരങ്ങളാണ് ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ട് കളിച്ച 3 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട്. എന്തായാലും മുഹമ്മദ് നസിക്കെതിരെയുള്ള ഈ ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സിനെ ഗുണം ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിജയത്തോടെ 14 പോയിന്റുകളുമായി പോയിന്റ്സ് ടേബിളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 8ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയത് മുഹമ്മദ് നസിയുടെ താരമായിട്ടുള്ള മഹിദോഷ് ആയിരുന്നു. അതിന് മറുപടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് 3 ഗോളുകളാണ് തിരിച്ചടിച്ചത്. തീർത്തും മത്സരം മുഴുവനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൺട്രോളിൽ തന്നെയായിരുന്നു. ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്ന 17-ന് FC ഗോവയ്ക്കെതിരെയാണ്.